ഹലോ ഫ്രണ്ട്സ്, ടൈം റൈഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത് NH 544 നമ്മുടെ കൊച്ചി ടു നമ്മുടെ തിരുപ്പൂരിലേക്കാണ് പോകുന്നത്. ആക്ച്വലി റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കൊച്ചി ടു സേലമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോ പാക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ കുതിരാൻ തുടങ്ങിയിട്ടാണ്. അപ്പോൾ നമ്മളിത് കുതിര ടണലിലോട്ട് പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയാണ്. അപ്പോൾ നമ്മൾ ഈ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കൊച്ചി ടു നമ്മുടെ സേലത്തേക്ക് പോകുന്ന ഒരു കിടക്കാച്ചി റോഡാണ്. അടിപൊളിയാണ്, ഒത്തിരി ടോളുള്ള റോഡാണ്. അപ്പം നമ്മൾ ഇതിലൂടെ പോകുമ്പോൾ നമ്മൾ രണ്ട് ടോളാണ്. ഒന്ന് നമ്മുടെ പാളയങ്ങര ടോളും പിന്നെ നമ്മുടെ പന്നിയങ്ങര ടോളും. ആക്ച്വലി പാളയങ്ങര 90 രൂപയും പിന്നെ പന്നിയങ്ങര 110 പിന്നെ ടോൾ ചാർജ് കൂടുതലൊന്നും അറിയത്തില്ല. അപ്പം നമ്മളിത് ടണലിലോട്ട് പ്രവേശിക്കാൻ പോവുകയാണ്. ആക്ച്വലി നമ്മുടെ കേരളത്തിലൊരു കിടക്കാച്ച റോഡാണ്. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ടണലാണ്. ടണലിന്റെ നീളം വരുന്നത് 1 കിലോമീറ്റർ ആണ്. അപ്പോൾ നമ്മുടെ കുതിര ടണൽ ഓപ്പൺ ചെയ്തപ്പോൾ നമ്മുടെ പഴയ റോഡില്ലേ, നമ്മുടെ കുതിരാങ്കയറ്റം, അത് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്തു. അപ്പോൾ ആ മറ്റേ അമ്പലം ഉണ്ടല്ലോ, ആ അമ്പലത്തിലേക്കാണ് നമ്മൾ ചുറ്റിക്കറങ്ങി പോകേണ്ടി വരും. എന്തായാലും നല്ല തിരക്കുള്ള ഒരു റോഡായിരുന്നു. ഇപ്പോൾ ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മളിത് ആ ടണലിനകത്ത് പ്രവേശിച്ചു. ആക്ച്വലി നമ്മൾ ടണൽ പ്രവേശിക്കുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയുടെ ലൈറ്റ് ഒന്ന് ഓണാക്കുന്നത് ബെറ്റർ ആയിരിക്കും. കാരണം അടിപൊളിയാണ്ട. ഓക്കെ, എൻ്റെ അമ്മോ, അങ്ങനെ ഡാർക്കായി പൊളിയല്ലേ, ഒരു രക്ഷയില്ല, അടിപൊളി. ആക്ച്വലി കാർ നമ്മൾ വളരെ സ്പീഡ് ഓടിച്ചത്. നമ്മൾ സർവീസ് കാണാൻ പറ്റും, ഒത്തിരി നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോയത്. അതായത് 30-40 കിലോമീറ്റർ വേഗത്തിലാണ് ഡ്രൈവ് ചെയ്തുള്ളത്. അപ്പം നമ്മൾ ആ കുതിരണ്ടണലിൻ്റെ അപ്പുറം പ്രവേശിച്ചു. അടിപൊളി കാഴ്ച പിന്നെ കാണാം കേട്ടോ. എന്തായാലും നമുക്ക് ഈ റോഡിൻ്റെ സ്പീഡ് ലിമിറ്റ് വരുന്നത് 80 to 90 ആണ്. ആക്ച്വലി 80 താഴെ പോകുന്നതെങ്കിൽ നമുക്ക് സേഫ്റ്റി. കാരണം തമിഴ്നാട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് 100 കിലോമീറ്റർ വേഗതയിൽ പോകാൻ പറ്റും. എന്തായാലും കേരളത്തിൽ ഇപ്പോൾ 100 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന റോഡായിട്ടില്ല. അപ്പം നമ്മളിതാ പന്നിയങ്ങര ടോൾ പാസിൽ എത്തിയാണ് കേട്ടോ. ഇവിടുത്തെ ടോൾ ചാർജ് വരുന്നത് 110 രൂപയാണ്. 110 രൂപ, ഒരു രക്ഷയില്ല, അടിപൊളി. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡിന് എല്ലാ ഭാഗത്തും നല്ല അടിപൊളി കണ്ടീഷനൊന്നും അല്ല. ചില ഭാഗത്തൊക്കെ കുണ്ടും കുഴിയൊക്കെ ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒരു പാച്ച് വർക്ക് പോലെ മോഡിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ 110 രൂപ നമ്മുടെ ഫാസ്റ്റാഗിൽ നിന്നും പിക്ക് സ്കാൻ ചെയ്ത് കളക്ട് ചെയ്ത് നമ്മൾ നേരെ അപ്പുറം ഭാഗത്തോട്ട് പ്രവേശിക്കുകയാണ്. അങ്ങനെ നമ്മളിതാ ടോള് 110 രൂപ കൊടുത്തു അപ്പുറത്തോട്ട് പോയി. ഫാസ്റ്റാഗ് ആയതുകൊണ്ട് നമുക്ക് അതിൽ നേരം സ്പെൻഡ് ചെയ്യേണ്ട വന്നില്ലായിരുന്നു. ഇനി നേരെ നമ്മൾ തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്. വാലാറ് താഴത്തായിട്ടുണ്ട്. നമ്മൾ പോകുന്ന റോഡ് സ്ട്രൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര സുഖമാണ്. ക്രൂയിസ് കൺട്രോൾ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചാനായിരുന്നു. നമ്മുടെ കാലിൽ നമുക്ക് റെസ്റ്റ് ഓടിക്കായിരുന്നു. പക്ഷെ നമ്മൾ ഓടിച്ച് കൊണ്ട് ക്രൂയിസ് കൺട്രോൾ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമ്മളിത് പാലക്കാട് ഭാഗത്തോട്ട് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി പണ്ടത്തെ റോഡ് ചോദിച്ചത് നല്ല മാറ്റം വന്നുകൊണ്ട് നമുക്ക് യാതൊരു ഐഡിയ കിട്ടുന്നില്ല. നമ്മുടെ ഒന്നും അത് ദൂരെ തന്നെ കുറച്ച് മലകളുടെ വ്യൂ കിട്ടുന്നുണ്ട്, മലമ്പുഴ ഭാഗത്ത്. പക്ഷെ നമ്മുടെ ക്യാമറ അത്രമാത്രം കൂടി ക്ലിയർ ആവുന്നില്ല. അപ്പൊ നമ്മളിത് അടുത്ത ഏരിയയിലൂടെ എത്തുന്നുണ്ടോ. ഇവിടെ ലെഫ്റ്റ് സൈഡ് കൊടും വനമാണ്. നമ്മുടെ റൈറ്റ് സൈഡിൽ റോഡും ലെഫ്റ്റ് സൈഡിൽ വനമുണ്ടോ. ആക്ച്വലി ഇവിടെ ആരാണെന്നൊന്നും നോക്കൊന്നും അറിയത്തില്ല. കാരണം ഇവിടെ വാർണിംഗ് ബോർഡൊന്നും സ്പെഷ്യലായിട്ടൊന്നും കണ്ടില്ലായിരുന്നു. എന്നാൽ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കാച്ചാണ് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് ട്രാവൽ തുടങ്ങി. അപ്പൊ നമുക്ക് കുറച്ച് മ്യൂസിക് ഘട്ടങ്ങാണ്ട് പ്രവേശിക്കാം.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്ത് നമ്മൾ കേരള തമിഴ്നാട് ബോർഡറായ നമ്മുടെ വാലാർ എത്തി. ആക്ച്വലി നമ്മളിപ്പോഴും കേരളത്തിൽ തന്നെയാണ്. ഇനി കുറച്ച് മിനിറ്റിനുള്ളിൽ നമ്മളിതാ തമിഴ്നാടിന്റെ പ്രവേശിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ ഭാഗത്ത് നല്ല അടിപൊളി വ്യൂ ആണ്. നേരെ നല്ല കിടക്കാച്ചി മരം കിട്ടാം. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ചെറിയൊരു വനം പോലെ ഒരു ഏരിയ കാണാൻ പറ്റും. അത് കാണാൻ നല്ല അടിപൊളി തന്നെയാണ്, പൊളിയാണ്. പിന്നെ റോഡ് കണ്ടീഷൻ ഇവിടെയൊക്കെ നല്ല രസമാണ്. പക്ഷേ വീതി ഇത്തിരി കുറവായിട്ട് നമുക്ക് തോന്നിയായിരുന്നു. കാരണം ഒരു ആറുവരിപ്പാതയിൽ നമുക്ക് വേണം ഭാവിയിൽ ഒത്തിരി സ്പീഡിൽ പോകണ്ടേ. ആക്ച്വലി നമ്മൾ 90-80 കാലഘട്ടമൊക്കെ ഒരു 10-20 കൊല്ലം ബാക്കിലായിരുന്നു. എന്തായാലും ഉടനെ തന്നെ റെഡി ആകുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിൽ പ്രവേശിക്കാൻ കേരളം കഴിയാറായി. ഒരു രക്ഷയില്ല. ഇവിടെ നമുക്ക് 2 വീലർ വേണ്ടേ, മൊത്തത്തിൽ 4 വരിപ്പാതയാണ്. നമുക്കിനി തമിഴ്നാട് എത്തിക്കേണ്ട. പിന്നെ ഏറ്റവും വലിയ കോമഡി വരുന്നല്ല, കേരളത്തിൽ ഈ ഭാഗത്ത് അടുപ്പിച്ച് ഒത്തിരി ക്യാമറ ഉണ്ടാകുന്നുണ്ടോ. അടുപ്പിച്ചെന്ന് പറഞ്ഞാൽ ഒത്തിരി ക്യാമറ നമുക്ക് കാണാൻ പറ്റിയ റൂട്ടിൽ തന്നെയുണ്ട്. അപ്പൊ നിങ്ങൾ നിയമം തെറ്റിച്ച് പോയിട്ടുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് ഫൈൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതിനെ പോകുമ്പോഴത്തേക്കും നമ്മൾ വളരെ സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യുക, സ്പീഡ് കുറച്ച് പോവുക. അങ്ങനെ നമ്മളിതാ തമിഴ്നാട് പ്രവേശിക്കാൻ പോകുന്നു. ആക്ച്വലി ഈ പാലമാണ് ബോർഡർ. ഈ പാലത്തിന്റെ അപ്പുറം തുടങ്ങിയിട്ട് നമ്മൾ തമിഴ്നാട്ടിലായി. അപ്പൊ നമ്മളിതാ കോയമ്പത്തൂർ ഡിസ്ട്രിക്റ്റിലോട്ട് പ്രവേശിക്കുകയാണ്, തമിഴ്നാടിലോട്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് തമിഴ്നാടാണ് കേട്ടോ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിപ്പോൾ കോയമ്പത്തൂർ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ആക്ച്വലി നമ്മളിപ്പോൾ ഉള്ളത് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്. നമുക്ക് ഈ റോഡ് കൂടി പോകുമ്പോൾ തന്നെ നമുക്ക് വ്യൂ കിട്ടും. പിന്നെ ഈ ഭാഗത്ത് 2 ലൈനാണ് റോഡ്. ലെഫ്റ്റ് സൈഡിൽ റെയിൽവേ ട്രാക്കിന്റെ കാണാൻ പറ്റും, റൈറ്റ് സൈഡിലൂടെ റെയിൽവേ സ്റ്റേഷൻ കാണാൻ പറ്റും കോയമ്പത്തൂരുള്ളത്. അപ്പോൾ നമ്മൾ ഒരു പാലം കയറാൻ പോകുന്നുണ്ട്, മറ്റേ കിടക്കാച്ചി പാലം. ആക്ച്വലി നമ്മൾ ടോൾ കേരളത്തിനെക്കാട് ടോൾ റേറ്റ് വളരെ കുറവാണ്. ആക്ച്വലി 30-40 രൂപ 20 രൂപയൊക്കെയാണ് ഇവിടുത്തെ ടോൾ റേറ്റ് വരുന്നത്. പിന്നെ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഗ്യാപ്പിൽ തന്നെയായിട്ട് അടുപ്പിച്ച് ഒരു 4 ടോൾ പാസ് കടന്നു പോകുന്നുണ്ട്. അത് 2 ഫ്രീ ആയിരുന്നു.
എന്തായാലും കേരളം വെച്ച് പോകുമ്പോഴത്തേക്കും ഇവിടെ ടോൾ റേറ്റ് വളരെ കമ്മിയാണ് കേട്ടോ. 20 രൂപ, 30, 40 അങ്ങനെയൊക്കെ റേറ്റ് വരുന്നത്. അപ്പൊ നമ്മളിത് അടുത്ത ടോൾ പ്ലാസയിലോട്ട് പ്രവേശിക്കാനായിട്ട് പോവേണ്ട. ആക്ച്വലി ഇവിടുത്തെ ടോൾ പ്ലാസിലെ റേറ്റ് വളരെ കമ്മിയായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 19, 30 രൂപ കണ്ടായിരുന്നു. കറക്റ്റ് എമൗണ്ട് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും നമ്മുടെ കേരളം വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും തമിഴ്നാട് ടോൾ റേറ്റ് വളരെ വളരെ കുറവായിരുന്നു. എന്തായാലും കേരളത്തിലെ റേറ്റിനെക്കാട്ടും ടോൾ റേറ്റ് കുറവാണെങ്കിലും റോഡ് കണ്ടീഷൻ നമ്മുടെ കേരളത്തിനെക്കാട്ടും ബെറ്റർ തമിഴ്നാട് തന്നെയാണ്. ചില ഭാഗത്ത് കുണ്ടുകളുണ്ടെങ്കിലും കേരളം വെച്ച് പോകുമ്പോഴത്തേക്കും എന്തായാലും തമിഴ്നാട് തന്നെയാണ് ബെറ്റർ ഉണ്ടാവും. അപ്പൊ നമ്മളിതാ ചെറിയ ടോൾ ഗേറ്റോട് പ്രവേശിക്കുകയാണ്. ഇവിടുത്തെ ടോൾ റേറ്റ് വളരെ കമ്മിയായിരുന്നു കേട്ടോ, വളരെ റേറ്റ് കുറവായിരുന്നു. എത്രയാന്നുള്ളത് നമ്മൾ കറക്റ്റ് നോക്കി അവിടെ ഇടയിൽ പോകണ്ടായിരുന്നു. ഒരു 40 രൂപ റേഞ്ചിലായിരുന്നു ടോൾ റേറ്റ് ഉണ്ടായിച്ചത്. എന്തായാലും അപ്പൊ നമുക്കൊന്ന് ഇവിടുത്തെ ഒന്ന് ഫാസ്ടാഗ് മര്യാദ റീഡാവുമ്പോൾ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. എന്തായാലും ഫാസ്ടാഗും എല്ലാ സംഭവം നല്ല രീതിയിൽ തന്നെ റീഡാവുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ടോൾ ഗേറ്റിന്റെ അപ്പുറത്തോട്ട് പ്രവേശിക്കുവാണേ. ആക്ച്വലി ക്യാമറ ഒന്ന് താഴെ വെച്ച് പോയി, അതാണ് ഒരു പണി പറ്റിപ്പോയത്. അങ്ങനെ നമ്മളിതാ ടോളിലോട്ട് പ്രവേശിക്കുന്നു. നമുക്ക് കയറിപ്പോയ ട്രാക്കിനൊരു ചെറിയ മിസ്റ്റേക്ക് വരും, നമ്മൾ ഒത്തിരി വെയിറ്റ് ചെയ്യണം ഒന്നായിരുന്നു. ആക്ച്വലി ട്രാക്കിനെ പറ്റി യാതൊരു ഐഡിയയും കൊടുക്കുന്നില്ല, കാരണം നമ്മൾ തൊട്ടടുത്തായിട്ടാണ് ട്രക്ക്, കാറ്, പിന്നെ ഏതുകൊണ്ടും എങ്ങനെയും കയറാമെന്ന് തോന്നുന്നു, കണ്ടറിയാം. അങ്ങനെ നമ്മളിതാ ചെറിയ ടോൾ ഗേറ്റ് ഇട്ടാ, ചെറിയ റേറ്റ് ഇവിടെ ചെറിയ റേറ്റ് വെച്ചിട്ടുണ്ട്. കാറിന് റേറ്റ് കുറവാണ്, കാറിന് റേറ്റ് കുറവാണ്. നമ്മുടെ പന്നിയങ്കര പാളിയങ്കര വെച്ചുമ്പോഴത്തേക്കും അതിന്റെ നേരെ പകുതി റേറ്റ് കൂടെ ഉള്ളു കേട്ടോ. അങ്ങനെ നമ്മളിതാ ടോൾ കൊടുത്തപ്പുറം കടന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് അടുപ്പിച്ച് കുറെ ടോൾ ഗേറ്റ് ടോൾ പ്ലാസകൾ ഉണ്ട് കേട്ടോ, ഒത്തിരി ടോൾ പ്ലാസ ഉണ്ട്. പക്ഷെ 2 ടോൾ ഗേറ്റിൽ നമ്മുടെ കാശ് എടുത്തില്ലായിരുന്നു. എന്നാൽ റോഡ് കണ്ടീഷൻ വേറെ ലെവലാണ്. അപ്പൊ നമുക്കിത് സ്റ്റാലിൻ സാറിന്റെ കൊടി കാണാൻ പറ്റും, പാർട്ടീന്റെ റൈറ്റ് സൈഡിൽ തന്നെ കണ്ട, അടിപൊളിയല്ലേ. ഇപ്പൊ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്ലൈ ഓവർ ആണ്. അങ്ങനെ നമ്മളിപ്പോ തിരുപ്പൂരെത്തി. അപ്പോൾ നമ്മുടെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ.